നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ഉണ്ടായത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ. ബാലചന്ദ്രകുമാറാണ് ഈ ഗൂഢാലോചനയിൽ ദിലീപ് ഗൂഢാലോചന നടത്തുന്നു എന്ന കാര്യം തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. അത് സംബന്ധിച്ചുള്ള ഫോൺ കോളുകളും സംഭാഷണങ്ങളും തന്റെ സാന്നിധ്യത്തിലുണ്ടായി എന്നടക്കമുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് വലിയ ട്വിസ്റ്റായിരുന്നു. കേസ് അന്വേഷണം ഒരിക്കൽ നിലച്ചുപോയ ആ ഗൂഢാലോചന അന്വേഷണം വീണ്ടും പുനരാരംഭിക്കുന്നു. അതിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾ ഈ കേസിൽ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഉണ്ടാവുകയും പിന്നീട് അത് കോടതിക്ക് മുന്നിലെത്തുകയും ചെയ്തു. ഈ കേസിൽ നിർണായക മൊഴിയായിരുന്നു യഥാർത്ഥ ബാലചന്ദ്രകുമാറിൻ്റെത്. എന്നാൽ പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു അദ്ദേഹം നൽകിയ മൊഴികളെന്നാണ് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത്. ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടില്ലെന്നും രഹസ്യാത്മകമായിട്ടായിരുന്നു ദിലീപും സുനിയും ആശയവിനിമയം നടത്തിയതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഇത് പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലൂടെ എത്തുമ്പോൾ ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നതാണ് മൊഴി വരുന്നത്. സ്വാഭാവികമായും അത് വലിയ വൈരുദ്ധ്യമായി മാറി. അത് ഈ കോടതി വിധിന്യായത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. എന്താണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി നിർണായകമാകുമെന്ന് കരുതിയെടുത്ത് പിഴച്ചത് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. കെ പി അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ബാലചന്ദ്രകുമാർ അദ്ദേഹം ടി വിക്ക് മുന്നിലും ടെലിവിഷന് മുന്നിലും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ്. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാവുമെന്ന് കരുതിയതാണ്. പക്ഷേ എവിടെയാണ് പിഴച്ചതെന്നാണ് ഈ കോടതി വിധിന്യായത്തിൽ പറയുന്നത്? സജിത്ത്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപക്ഷെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ആയിരിക്കും ദിലീപിന് എതിരായ ഏറ്റവും നിർണായകമാകുന്ന മൊഴി എന്നതായിരുന്നു പൊതുവെ കണക്കാക്കിയിരുന്നത്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ബാലചന്ദ്രകുമാർ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അതീവ ഗുരുതരമായ പ്രതികരണങ്ങൾ ദിലീപിന് നേരെ ഉന്നയിച്ചത്. അതിനുശേഷം ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി 59 പേജുകൾ ഉള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് അടക്കം വെളിപ്പെടുത്തിയത് അങ്ങേയറ്റം ഗുരുതരമാകുന്ന പരാമർശങ്ങളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമത്തിന് ദിലീപിന് നേരെ കേസ് എടുക്കുന്നത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളും ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായാണ്. മാത്രവുമല്ല, ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു പ്രോസിക്യൂഷന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു പ്രതികരണം ബാലചന്ദ്രകുമാറിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ ഉള്ളടക്കം എന്നത് ഇതായിരുന്നു. ബാലചന്ദ്രകുമാർ നേരിട്ട് കണ്ട ചില കാര്യങ്ങൾ, അതായത് പൾസർ സുനി നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്നത് പൾസർ സുനിയാണ് നടപ്പിലാക്കിയത്. ഈ പൾസർ സുനി ദിലീപിന്റെ വസതിയിൽ ഉണ്ടായിരുന്നുവെന്നും താൻ അവിടെ ദിലീപിന്റെ വസതിയിൽ എത്തുമ്പോൾ പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു, പൾസർ സുനി ഉൾപ്പെടെ പലരുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഈ നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം ടെലിവിഷനിൽ, അതായത് TV സ്ക്രീനിൽ ഇട്ടുകൊണ്ട് ദിലീപ് കാണുകയുണ്ടായി എന്നുകൂടി ബാലചന്ദ്രകുമാർ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, അതായത് പൾസർ സുനിയും ദിലീപും ഒക്കെ ഒരുമിച്ച് ഒരേ വാഹനത്തിൽ യാത്ര പോലും ചെയ്തു എന്ന വെളിപ്പെടുത്തൽ ആയിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഈ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം നിർണായകമാകുമെന്നും പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി സ്ഥാപിക്കാൻ ഈ മൊഴിയിലൂടെ സാധിക്കും എന്നതും തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഇത് പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അതിന് കാരണം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരെ പ്രോസിക്യൂഷൻ വാദിച്ചുകൊണ്ടിരുന്നത് കൊട്ടേഷൻ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ വളരെ കൃത്യമായി ദിലീപും പൾസർ സുനിയും തമ്മിൽ അകലം പാലിച്ചിരുന്നു എന്നതാണ്. അതായത് രഹസ്യാത്മകമായി മാത്രമാണ് ഇരുവരും തമ്മിൽ എല്ലാ ഡീലിങ്ങുകളും നടത്തിക്കൊണ്ടിരുന്നത്. ഒരിക്കലും പിടിക്കപ്പെടരുത് എന്നതുകൊണ്ടാണ് ദിലീപും അതോടൊപ്പം തന്നെ പൾസർ സുനിയും ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയത് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇരുവരും തമ്മിൽ ഒരിക്കലും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതായത് എവിടെയെങ്കിലും മീറ്റിങ്ങുകൾ നടക്കുകയോ പരസ്പരം ഇവർ കാണുകയോ ചെയ്തു എന്നത് ഒരു തെളിവായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് പരസ്പരം കാണാതിരിക്കാൻ ശ്രമിച്ചു. ഒപ്പം ഫോണിൽ പരസ്പരം സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു. അതായത് ഈ കൃത്യം നിർവഹിക്കുന്ന സമയത്ത് ഇരുവരും തമ്മിൽ ആശയവിനിമയം നടക്കാതിരിക്കുക. അങ്ങനെ നടന്നാൽ അത് പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതിനു വേണ്ടി തന്നെ മറ്റ് ചിലരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആശയവിനിമയം നടത്തിയത് എന്ന വാദം ആയിരുന്നു അതുവരെയും കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ബാലചന്ദ്രകുമാർ പറയുന്നു താൻ ഇത് നേരിട്ട് കണ്ടു എന്ന്. അതുമാത്രവുമല്ല, പൾസർ സുനി എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ നൽകിയ മറുപടി എന്നത് പൾസർ സുനി ഒളിവിലാണ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒളിവിലുള്ള പൾസർ സുനിയെ ഒരു കാരണവശാലും നേരിട്ട് കാണാൻ തയ്യാറാകാത്ത, ടെലിഫോണിൽ പോലും ബന്ധപ്പെടാൻ തയ്യാറാകാത്ത ദിലീപ്
പൾസർ സുനിയെ സ്വന്തം വീട്ടിൽ വെച്ച് കാണുന്നു. അവിടേക്ക് ഒരു തേർഡ് പാർട്ടിയായ ബാലചന്ദ്രകുമാർ വന്നപ്പോൾ പോലും പൾസർ സുനിയെ അവിടെ നിന്ന് മാറ്റുന്നതിനോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനോ തയ്യാറായില്ല. അതുമാത്രവുമല്ല, ബാലചന്ദ്രകുമാറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, അതായത് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു, ആ ദൃശ്യങ്ങൾ കണ്ടു എന്നത് സംശയകരമല്ലേ? ആ മൊഴിയെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കാൻ പറ്റുക എന്നതായിരുന്നു കോടതിയുടെ മറു ചോദ്യം ആയി ഉയർന്നു വന്നത്. ഇങ്ങനെ, അതായത് കോടതി ആവർത്തിച്ച് പറയുന്നത്, ഒരു വ്യക്തിയിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം. ആ സംശയങ്ങൾ അങ്ങേയറ്റം ബലപ്പെട്ട സംശയങ്ങളും ഉറപ്പിക്കാവുന്ന സംശയങ്ങളുമാകാം. പക്ഷേ അപ്പോഴും കോടതിക്ക് ഉത്തരവിറക്കണമെങ്കിൽ ആ സംശയത്തെ ശരിവെക്കുന്ന തെളിവുകൾ വേണം. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ സംശയം മാത്രം പറഞ്ഞുകൊണ്ട് ഒരാളെയും ശിക്ഷിക്കുക എന്നത് കോടതിക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അവിടെ ബാലചന്ദ്രകുമാർ ആ വീട്ടിൽ വന്നു എന്നതിനും ഒപ്പം ഇവർ സംസാരിക്കുമ്പോൾ പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു എന്നതിനും പിന്നീട് പൾസർ സുനിയുമായി ഒരുമിച്ച് യാത്ര ചെയ്തു എന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ പോയി. അതാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴി യഥാർത്ഥത്തിൽ ഗുണകരമല്ല സംഭവിച്ചത്. മറിച്ച് പ്രോസിക്യൂഷൻ വാദിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു മൊഴിയാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിപ്പെടാൻ സാഹചര്യം സൃഷ്ടിച്ചത്. എന്തായാലും അവിടെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടത്, ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയായിരുന്നു ഈ ദിലീപിനെതിരെ മൊഴി നൽകിയവരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കും എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഹൃദയസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 2024 ഡിസംബർ 13 അദ്ദേഹം മരണപ്പെട്ടു. ഒരുപക്ഷെ സജിത്ത്, ഇങ്ങനെയൊരു വിധി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നേരിട്ട് ചോദിക്കാമായിരുന്ന, അതിനുത്തരങ്ങൾ നൽകുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ. പക്ഷേ ഇന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരണങ്ങൾ തേടുകയോ മാധ്യമങ്ങൾക്കടക്കം കൂടുതൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് കോടതി പോയി? കാരണം ബാലേന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നീട് മൊഴി മാറ്റാതിരിക്കാനാണ് അത് ചെയ്തത്. അങ്ങനെ മണിക്കൂറുകളോളം ബാലേന്ദ്രകുമാറിനെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ വിസ്തരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ബാലേന്ദ്രകുമാർ ജീവിച്ചിരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത തേടാൻ നമുക്കും സാധിക്കുന്നില്ല. സജിത്ത്. യെസ്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ വ്യക്തത തേടുക, ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കില്ല. അഭിലാഷ്, പക്ഷേ ഒരു കാര്യം, പ്രോസിക്യൂഷൻ ഒരു ഭാഗത്ത് പറയുന്നു അതീവ രഹസ്യമായി ദിലീപ് ഇക്കാര്യങ്ങൾ ചെയ്തു, ദിലീപും സുനിയുമായി നേരിട്ട് ഇടപാടുകൾ നടത്താതിരിക്കാൻ അവർ ജാഗ്രത കാണിച്ചു എന്നത്. എന്നാൽ മറൊരു ഭാഗത്ത് ഇതിനൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു എന്ന വാദം. അപ്പോൾ പ്രോസിക്യൂഷൻ ഈ വാദത്തിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യം കോടതിക്ക് മുന്നിലേക്ക് എത്തി എന്നതുകൂടിയാണോ സംഭവിച്ചത്? തീർച്ചയായും അതാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഒരു പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ പേരിൽ മാത്രം ഒരു പ്രതിയെ കുറ്റക്കാരനായി വിധിക്കുക എന്നത് കോടതിക്ക് സാധ്യമല്ല. കോടതിക്ക് വേണ്ടത് തെളിവുകൾ ആണ്. ഈ കുറ്റകൃത്യത്തിൽ പ്രതിക്ക് എന്തു പങ്ക്, അതിനെ ശരിവെക്കുന്ന, അതായത് നിരവധിയായ ആളുകൾ, നമുക്കറിയാം ഈ കേസിൽ തന്നെ ബൈജു പൗലോസ് എന്ന ഉദ്യോഗസ്ഥനെ അടക്കം നിരവധി തവണ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഉണ്ടാകുന്ന ഈ വൈരുദ്ധ്യങ്ങൾ എന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടതാണ്. ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി എന്നത് താൻ നേരിട്ട് പൾസർ സുനിയെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പൾസർ സുനി ഒളിവിലാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുന്നില്ല. പൾസർ സുനിയുമായി ഒരു തരത്തിലുമുള്ള ബന്ധം പുലർത്തിയിരുന്നില്ല ദിലീപെന്നും, കൂടിക്കാഴ്ചകൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ടെലഫോണിൽ പോലും സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു. എല്ലാം രഹസ്യാത്മകമായിരുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള എല്ലാം രഹസ്യാത്മകമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെടുത്താണ് ബാലചന്ദ്രകുമാർ വന്ന് പറയുന്നത് താൻ പൾസർ സുനിയെ കണ്ടു. അതും നമുക്കറിയാം, കൃത്യമായി നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരിടമായിരിക്കുമല്ലോ ദിലീപിന്റെ വസതി എന്നത്. അവിടേക്കാണ് പൾസർ സുനി എത്തിയത് എന്നും അവിടെ പൾസർ സുനിയും ദിലീപും തമ്മിൽ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് താൻ അവിടെ ചെല്ലുന്നത് എന്നും, ആ സമയത്ത് ബാലചന്ദ്രകുമാർ ചെല്ലുമ്പോൾ പോലും പൾസർ സുനി അവിടെ നിന്ന് നീക്കിയില്ല എന്ന് മാത്രവുമല്ല, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും താൻ നേരിട്ട് കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോൾ ബാലചന്ദ്രകുമാർ പറയുന്നത് സത്യമോ അസത്യമോ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിന് തെളിവുകൾ ശേഖരിക്കേണ്ടത് അന്വേഷണ സംഘം ആയിരുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതി, പ്രത്യേകിച്ച് ഈ മെമ്മറി കാർഡ് വിവാദം പോലെ തന്നെ കോടതിയുടെ വിവരങ്ങൾ നടൻ ദിലീപിന് ചോർന്നു ലഭിക്കുന്നു എന്ന ഒരു ആക്ഷേപമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും അതിൽ നിന്ന് ചില രേഖകൾ കണ്ടെത്തുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ടത് ഇതെല്ലാം അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് എന്താണ് കണ്ടെത്തിയത് എന്നത് അന്ന് മാധ്യമങ്ങൾക്ക് സൂചനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.
പക്ഷേ ഇതാ കോടതി വിധിന്യായത്തിൽ കോടതി പറയുന്നത് അന്ന് കണ്ടെത്തിയത് ഈ മെമ്മറി കാർഡിന്റെ ക്ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി അതിന് അനുകൂലമായി വിധി എഴുതി. അതായത് ഒരു ലാബിൽ പോയി പോലീസിന്റെ സാന്നിധ്യത്തിൽ, നിയമ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം ഇത് കാണാം എന്നുള്ളതായിരുന്നു. അതിനുള്ള ചിലവ് ദിലീപ് വഹിക്കണം എന്നുകൂടി കോടതി ഉത്തരവിട്ടിരുന്നു. ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തത്. പക്ഷേ അന്ന് മാധ്യമ വാർത്തകളായി പുറത്തു വന്നത് ഒരുപക്ഷെ ഈ കോടതി, വിചാരണ കോടതിയിൽ എന്ത് നടക്കുന്നു, നടക്കാൻ പോകുന്നു, ജഡ്ജിന്റെ തീരുമാനങ്ങൾ എന്ത്, ഇതെല്ലാം ദിലീപിന് കൃത്യമായി ചോർന്ന് ലഭിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് എന്ന് മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതടക്കം ഈ വിധിപ്രസ്താവത്തിന്റെ ഭാഗമായി നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പലതും പുറത്ത്, അതായിരിക്കാം ഒരുപക്ഷെ ജഡ്ജി വിധിപ്രസ്താവത്തിന്റെ സമയത്ത് കോടതിക്കകത്തും പുറത്തും പലരും അവരുടെ മനോനിലയ്ക്കനുസരിച്ച് സംസാരിക്കുന്നു. അതിനനുസരിച്ച് കോടതിക്ക് ഉത്തരവിറക്കാൻ സാധിക്കില്ല. കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉത്തരവിറക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിധിപ്രസ്താവത്തിന് മുന്നോടിയായി ഒരു ആമുഖം എന്ന നിലയിൽ ജഡ്ജി പറഞ്ഞു വെച്ചത് ഇതാകാം. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇപ്പോൾ തന്നെ നേരത്തെ ആജ്ഞ റിപ്പോർട്ട് ചെയ്തതുപോലെ ആരാണ് ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീലക്ഷ്മിയെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കൃത്യം നിർവഹണത്തിന് തൊട്ടു മുമ്പായി പലപ്പോഴായി ശ്രീലക്ഷ്മിയുമായി പൾസർ സുനി ആശയവിനിമയം നടത്തുന്നുണ്ട്, ശ്രീലക്ഷ്മി വിളിക്കുന്നുമുണ്ട്. ഈ സൂചിപ്പിക്കുന്ന പോലെ ശ്രീലക്ഷ്മിക്ക് ഈ കേസിൽ ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് സംശയമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അവിടെ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ അന്വേഷണ സംഘവും ഇങ്ങനെ ഒരാൾ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് ബന്ധമില്ല എന്നുമൊക്കെ കൃത്യമായി റിപ്പോർട്ടിൽ സ്ഥാപിച്ചിരുന്നു, അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. മാത്രമല്ല, ഈ കേസിൽ തന്നെ മേഡം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ എന്നതാണ് പൾസർ സുനി ആദ്യം നൽകിയ പ്രതികരണമെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പിന്നീട് ആ മേഡം അവിടെ പോയി എന്നോ ആരാണ് മേഡം എന്ന് അന്വേഷിച്ചോ എന്നതിന് കൃത്യമായി ഒരു അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ സാധിച്ചിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് അന്വേഷണ സംഘത്തെ എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ അന്വേഷണ സംഘത്തിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ, പ്രോസിക്യൂഷന് ചില വാദങ്ങൾ ശക്തമായി കോടതിയിൽ ഉന്നയിക്കാൻ പറ്റാതെ പോയ സാഹചര്യം, ഒപ്പം സ്വാഭാവികമായും നമുക്കറിയാം പ്രതിഭാഗം ദിലീപിന്റെ അഭിഭാഷകർ അവർ വളരെ മുതിർന്ന അഭിഭാഷകരാണ്, രാമൻപിള്ളയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരാണ്. അവർ സ്വാഭാവികമായും ഓരോ ലോ പോയിന്റും കണ്ടെത്തുകയും അതിനെ ഖണ്ഡിക്കുകയും, അല്ലെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് പ്രോസിക്യൂഷൻ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു, ദിലീപും പൾസർ സുനിയും അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നില്ല, അതുപോലും ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്ന പ്രോസിക്യൂഷന്റെ വാദം തെറ്റല്ലേ എന്ന മറുചോദ്യം ബാലചന്ദ്രകുമാറിനെ വെച്ച് ചോദിച്ചിട്ടുണ്ടാകാം. അതിനെ കോടതിക്ക് അംഗീകരിക്കാതിരിക്കുക എന്നത് പ്രായോഗികമല്ല. ഒരു പക്ഷേ ഈ ദിലീപിന്റെ വാദങ്ങളെ എല്ലാം ഖണ്ഡിക്കുന്ന തരത്തിൽ ഇതിനെല്ലാം തെളിവുകൾ കൃത്യമായി നിരത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു വിധിയായി മാറിയേക്കാം ഇത്. അത് സ്വാഭാവികമാണ്. നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്, ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ കുറ്റക്കാരനെ കണ്ടെത്തണമെങ്കിൽ, കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയുമാണ് വേണ്ടത്. പക്ഷേ ആവർത്തിച്ച് പറയുന്നു, ഈ ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിമാലയൻ ടാസ്ക്കാണ്. അത് ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുള്ള പല കൊലപാതക കേസുകളടക്കം പരിശോധിച്ചാൽ, രാഷ്ട്രീയ കൊലപാതക കേസുകളടക്കം പരിശോധിച്ചാൽ ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ആണ് ശിക്ഷിക്കപ്പെടാറുള്ളത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയവരിലേക്ക് എത്തിപ്പെടുക എന്നത്, എത്തിപ്പെട്ടാൽ പോലും എല്ലാം ശരിവെക്കുന്ന, അതായത് വളരെ കൃത്യമായി ഈ ഗൂഢാലോചന നടത്തിയത് ഇവരാണ്, ഈ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കൃത്യം നിർവഹിക്കപ്പെട്ടത് എന്നതിൻ്റെ 100% കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തം. അത് വളരെ ശ്രമകരമാകുന്ന ഒന്നാണ്. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് സജിത്ത്, ഇതിന്റെ വെല്ലുവിളി ഇനി ഉണ്ടാകാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി അടക്കം നമ്മുടെ അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സമീപിക്കാൻ പോവുകയാണ്. അവിടെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം കോടതി ഒരു കേസിന്മേൽ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ കീഴ്ക്കോടതിയുടെ വിധി പ്രസ്താവത്തിലുണ്ടായ പിഴവുകൾ ആയിരിക്കണം ചൂണ്ടിക്കാണിക്കുക. അതിനപ്പുറത്ത് തുടക്കം മുതൽ ഏതെങ്കിലും വാദികളെയോ ഒന്നും വിസ്തരിക്കാനുള്ള അവസരമുണ്ടാകില്ല. മറിച്ച് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പുറത്തിറക്കിയിട്ടുള്ള വിധി പ്രസ്താവത്തിൽ ഇന്ന പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ആ വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ മാത്രമാണ് ഈ കേസിൽ വീണ്ടും ഒരു വിചാരണ ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ. ഇവിടെയെല്ലാം നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ മെമ്മറി കാർഡ് വിഷയമാകട്ടെ, ബാലചന്ദ്രകുമാറിന്റെ വിഷയമാകട്ടെ, ഇതിൽ എല്ലാം ഹൈക്കോടതിക്ക് ചില പിഴവുകൾ
ഉണ്ടായി ഈ വിധി പ്രസ്താവത്തിൽ, അല്ലെങ്കിൽ കോടതി വിലയിരുത്തിയതിൽ ചില തെറ്റുകൾ സംഭവിച്ചു എന്ന സംശയം തോന്നിയാൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം, അല്ലെങ്കിൽ ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ കോടതി ചോദിച്ച വിവരങ്ങൾക്ക് കൂടുതൽ ആധികാരികമാകുന്ന തെളിവുകളടക്കമൊക്കെ ഇനി ശേഖരിക്കാൻ പറ്റും. പക്ഷേ ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ സാഹചര്യം വ്യത്യസ്തമായിരിക്കും സജിത്ത്. തെളിവുകളുടെ അഭാവമാണ് ഗൂഢാലോചന കേസിനെ വെല്ലുവിളിയാക്കുന്നത്, ആരോപണത്തെ വെല്ലുവിളിയിലാക്കുന്നത് എന്നാണ് സാഹചര്യം. വളരെ നന്ദി അഭിലാഷ്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രമാദമായി ഈ കേസിൻ്റെ വിധിന്യായം പുറത്തു വരുമ്പോൾ കോടതിയുടെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കോടതി എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടാണ് ദിലീപിന് അനുകൂലമായി മാത്രം വിധി എഴുതി 6 പേരിലേക്ക് മാത്രം നേരിട്ടിടപെട്ട 6 പേരിലേക്ക് മാത്രം എങ്ങനെ പോയി, എന്തുകൊണ്ട് ഗൂഢാലോചനയിലേക്ക് പോയില്ല തുടങ്ങിയ വാദങ്ങളുണ്ട്. അതിന് കോടതി കണ്ടെത്തുന്ന കുറേ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളാണ് ഈ വിധിന്യായത്തിലൂടെ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇതിന് എതിർവാദങ്ങൾ ഉണ്ടാവാം. പക്ഷേ കോടതിയുടെ കണ്ടെത്തൽ എന്നതാണ് നമ്മൾ ഔദ്യോഗികമായി ആധികാരികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം. ഏതെങ്കിലും പക്ഷം ചേരുകയല്ല, പക്ഷേ കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്, പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കോടതി ഖണ്ഡിച്ചത് ഇങ്ങനെയാണ് എന്നതാണ് ഞങ്ങൾ ആ വിവരങ്ങളാണ് പുറത്തേക്ക് വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോഴും അതിജീവിത നീതി തേടുകയാണ്. കോടതി വിധിയിൽ അവർ തൃപ്തരല്ല, താൻ അവഗണിക്കപ്പെടുന്നു, ഈ നീതിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരല്ലെന്ന ബോധ്യം തനിക്കുണ്ടായി തുടങ്ങിയ അവരുടെ കാഴ്ചപ്പാടുകളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും നീതി തേടിയുള്ള അതിജീവിതയുടെ പോരാട്ടം തുടരും. ഒപ്പം പ്രോസിക്യൂഷനും അപ്പീൽ സാധ്യതകൾ തേടുകയാണ്.